വിവിധ മേഖലകളിൽ സർക്കാർ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും അവഗണിച്ചെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ നിലച്ചുപോയ പ്രത്യേക പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായി ടൈപ്പ് 1 ഡയബറ്റീസ് വെൽഫെയർ കേരള കാസർഗോഡ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും കുട്ടികളും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ 200-ലധികം കുട്ടികളിലാണ് ടൈപ്പ് 1 പ്രമേഹം കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് കൗമാരക്കാരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാവുന്ന ഒരു രോഗമാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ധനസഹായം, അതോടൊപ്പം തന്നെ ചികിത്സാ സഹായങ്ങളും മരുന്നുകളും ഒക്കെ തന്നെ എത്തിച്ചിരുന്നു. മിഠായി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുട്ടികളിലേക്ക് കൃത്യമായി മരുന്നുകൾ എത്തിച്ചത്. എന്നാൽ കുറച്ചു കാലമായി ആ മരുന്നുകൾ പൂർണ്ണമായി മുടങ്ങുന്ന അവസ്ഥയാണ്. ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്കുള്ള കുരുന്നുകളടക്കം കാസർഗോഡ് ജില്ലയ്ക്കകത്തുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ജില്ലാ ഭരണകൂടത്തെ കണ്ട് അവരുടെ പരാതികൾ നേരിട്ടറിയിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ ഇപ്പം. പ്രതിസന്ധിയുണ്ട്. അതായത് മിഠായി എന്ന പദ്ധതി ഒരുപാട് കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കിട്ടുന്ന മരുന്നിൻ്റെ ഫോഴ്സും അതിൻ്റെ ആക്ഷനിലും കുറഞ്ഞ മരുന്നുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ 2 മാസമായിട്ട് അതും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. മിഠായി എന്നുള്ള പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് അത് ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മരുന്നുകൾ എത്തിക്കാനും ജില്ലാ ആശുപത്രിയിൽ ഇതിന് പ്രത്യേക വിഭാഗം എൻകോളജി ഡോക്ടറെ നിയമിക്കാനും സർക്കാർ നടപടിയെടുക്കണമെന്നാണ് നമ്മളെ ആവശ്യം. എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു വീഴ്ച ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം? അത് ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി. നമുക്ക് മരുന്ന് 2 മാസമായി മരുന്ന് കിട്ടാത്ത. ഇപ്പോൾ കിട്ടുന്ന മരുന്ന് തന്നെ കുഞ്ഞുങ്ങളെ ബോഡിക്ക് ആവശ്യമായ മരുന്നല്ല. അപ്പം എങ്ങനെയെങ്കിലും മരുന്ന് എത്തി നമ്മളെ മക്കളെ ഭാവിയല്ലേ. നമ്മൾ ഉറക്കമില്ലാതെ രാത്രിയാണ്. 2 വയസ്സിലാണ് എൻ്റെ മോന് ഷുഗർ വന്നത്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവന് എന്തെങ്കിലും അവസ്ഥ തോന്നുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിരലിന് വെച്ച് ചെക്ക് ചെയ്യണം. ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും കുറവാണെങ്കിൽ ഗ്ലൂക്കോസോ പഞ്ചസാര വായിൽ വെച്ച് കൊടുക്കണം. ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് ടൈപ്പ് 1 ഡയബറ്റിക്സ് രോഗികളായിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള മിഠായി പദ്ധതി വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. അതൊരു പ്രതീക്ഷയുണ്ടോ? അത് എത്രത്തോളം ഇത് നടക്കുമെന്ന് അറിയില്ല. 10 കോടി വേണ്ടെടുക്കുക, 3 കോടി 80 ലക്ഷം വിലയെടുത്തത്. അത് പര്യാപ്തമല്ല. അതുകൊണ്ടാണ് ഇൻസുലിൻ 6 കൊടുക്കുന്നത് പറഞ്ഞു. നോവറാപ്പിഡ് കിട്ടിക്കൊണ്ടതായിരുന്നു. ഇപ്പോൾ അതിന് ആക്ഷൻ മാറി. ഇപ്പം സ്ലോ ആക്ഷനാണ് ഇപ്പോൾ ഇൻസുലിൻ 6. അത് കുട്ടികൾക്ക് ഒരിക്കലും സൂട്ടാവുന്നില്ല. അത് മരുന്ന് കൃത്യമായി കുട്ടികൾക്ക് അനുയോജ്യമായ അവരുടെ ആരോഗ്യ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മരുന്നുകൾ കൃത്യമായ ഇടവേളകളിൽ നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഈ രോഗികളുടെ, ഈ കുട്ടികളുടെയൊക്കെ തന്നെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. വലിയൊരു പ്രതിസന്ധിയാണ്. അതിനെ തരണം ചെയ്യാൻ ഭരണകൂടത്തിൻ്റെ സഹായം കൂടി വേണം എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.